അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കോമ്പിനേഷൻസ് ആയിട്ടുള്ള ബീഫ് റോസ്റ്റും നെയ്ച്ചോറും പരിപ്പ് കറിയാണ്. ഇങ്ങനെ ഒരു കോമ്പിനേഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എനിക്ക് ഈ കോമ്പിനേഷൻ പറഞ്ഞു തന്നത് എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഞാൻ ബീഫ് റോസ്റ്റിനുള്ള പരിപാടിയാണ്. ഞാൻ 2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് മൊത്തം ഞാൻ റോസ്റ്റ് ആക്കുന്നില്ല കേട്ടോ. ഇതിന്ന് കുറച്ചെടുത്ത് മാത്രമേ റോസ്റ്റ് ആക്കുന്നുള്ളൂ. ഇത് മൊത്തം വേവിച്ച് വെക്കാനുള്ള പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ട് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നു. അളവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അവരവരുടെ മസാലയ്ക്ക് ചില ആൾക്കാർക്ക് മസാല കൂടുതൽ വേണം, ചില ആൾക്കാർക്ക് എരിവ് കൂടുതൽ വേണം. അതുകൊണ്ട് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇതിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൈകൊണ്ട് തന്നെ ഇതിനെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. ഇങ്ങനെ തിരുമ്മി പിടിപ്പിക്കുമ്പം നമുക്ക് നല്ല ഒരു മണം വരും കേട്ടോ. ഈ മണം ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ ഇറച്ചി തിരുമ്മി പിടിപ്പിക്കുമ്പം ഉള്ള മണം ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ടെന്നൊന്ന് നോക്കട്ടെ. എന്തായാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഞാനിത് കുക്കറിലൊന്നുമല്ല, നമ്മുടെ അടുപ്പത്ത് തന്നെയാണ് വേവിക്കുന്നത്. ഇങ്ങനെ തുറന്ന് വെച്ച് വേവിക്കുന്നതിന് കുക്കറിൽ വേവിക്കുന്നതിനേക്കാളും രുചിയുണ്ട്. അപ്പം ഇതിലേക്ക് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നു. ഇനി അത് മൂടി വെച്ച് ഞാൻ വേവിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാനൊരു പൊടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. 1 സ്പൂൺ പെരുംജീരകം, 1 സ്പൂൺ നല്ല ജീരകം. ഇത് മിക്സിയിൽ പൊടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അടച്ച് മാറ്റി വയ്ക്കുന്നു. കാരണം എനിക്കിത് റോസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ആവശ്യമുള്ളൂ. അതിൻ്റെ സ്മെല്ല് പോവാതിരിക്കാനാണ് ഞാൻ അടച്ച് വയ്ക്കുന്നത്. ഇപ്പോൾ ഇതാ നോക്കിക്കുക, അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ബീഫ് നല്ല പാകത്തിന് വെന്ത് പരുവായിട്ടുണ്ട്. ഇനി ഇതിനെ റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു 1/2 കിലോയെ റോസ്റ്റ് ആക്കുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ചെറിയ ഉള്ളി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം ഇതിനെ വേണമെങ്കിൽ ചെറിയ ഉള്ളി ബീഫ് റോസ്റ്റ് എന്നും പറയാം. കാരണം ചെറിയ ഉള്ളിയാണ് ഈ ബീഫ് റോസ്റ്റിൻ്റെ ഹൈലൈറ്റ്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, ചെറിയ ഉള്ളി ഇട്ടു, കുറച്ച് വേപ്പില ഇട്ടു. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴണ്ട് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത് രണ്ടും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ബീഫ് റോസ്റ്റും ചേർത്ത് ഒന്ന് ഇളക്കി അതൊന്ന് വരട്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഫ് റോസ്റ്റ് തയ്യാർ. 1/2 കിലോയോളം ഞാൻ ബീഫ് ചേർക്കുന്നു, ഇളക്കുന്നു. അതിനുശേഷം ഒന്ന് ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് ഞാനത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1 സ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പെരുംജീരകത്തിൻ്റെയും നല്ല ജീരകത്തിൻ്റെയും പൊടി. ബീഫ് റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ പരിപ്പ് കറിയിലേക്ക് കിടക്കാം. പരിപ്പ് കറിയിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപ്പ് എടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു പച്ചമുളക്, കുറച്ച് വെള്ളം, എന്നിട്ട് ഇത് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഈ പരിപ്പിനെ ഒന്ന് വേവിച്ചെടുക്കുക. ഇത് നമ്മൾ കേരള സ്റ്റൈൽ പരിപ്പ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് ഒരു 1/4 മുറി തേങ്ങ ചിരണ്ടിയത്, 1 സ്പൂൺ ജീരകം, വെളുത്തുള്ളി, വേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുക. പരിപ്പ് വെന്തതിലേക്ക് നമുക്ക് ഈ അരപ്പും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് കറി റെഡി. ഇതിലേക്ക് മുകളിലേക്ക് 1 സ്പൂൺ നെയ്യ് ആവശ്യമായവർക്ക് ചേർക്കാം. ഇനി നമ്മൾ നെയ്ച്ചോറിനുള്ള പരിപാടിയാണ്. ആദ്യം നമ്മുടെ നെയ്യിലേക്ക് നമ്മുടെ കാഷ്യൂ നട്ട്സ് വറുത്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കിസ്മിസും വറുത്തെടുക്കുന്നുണ്ട്, റേസിൻസും വറുത്ത് മാറ്റി. അതിനുശേഷം ഞാൻ ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട ഇത് 3ഉം കൂടെ സോട്ട് ചെയ്തതിലേക്ക് സവാളയും കൂടെ ഇട്ട് ഒന്ന് സോട്ട് ചെയ്യുന്നു. നന്നായിട്ട് സോട്ടായി വരുമ്പം അതിലേക്ക് ജീര റൈസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഒരു ഗ്ലാസ് ജീര റൈസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് ജീര റൈസ് ഞാൻ 10 മിനിറ്റ് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർത്തി അതിനുശേഷം അത് ഡ്രെയിൻ ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് ജീര ഗ്ലാസ്സിന് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് അത് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം അതവിടെ ഇരുന്ന് വേവട്ടെ. അതിൻ്റെ ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ സവാള അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാനുള്ള സവാള വറുത്തെടുക്കുവാണ്. ഇത് ഓരോരുത്തരുടെ സവാളയുടെ ക്വാണ്ടിറ്റിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാട്ടോ. കുറച്ച് സവാള മാത്രം ഗാർണിഷ് ചെയ്യാൻ മതി എന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. എനിക്കിവിടെ വീട്ടിലെല്ലാവർക്കും ഒത്തിരി സവാള വേണം. അപ്പം അതുകൊണ്ട് ഞാൻ അത്യാവശ്യം കൂടുതൽ സവാള തന്നെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ജീര റൈസ് കറക്റ്റ് വെന്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് സവാള ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വിളമ്പുന്ന സമയത്ത് നമുക്ക് മിക്സ് ചെയ്ത് ഇത് വിളമ്പാം. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറും തയ്യാറായി, നമ്മുടെ ബീഫ് റോസ്റ്റും തയ്യാറായി, നമ്മുടെ പരിപ്പ് കറിയും തയ്യാറായി. ഇത് 3ഉം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കണം കേട്ടോ. സൂപ്പർ കോമ്പിനേഷനാണ്. ഈ കോമ്പിനേഷൻ കഴിച്ചിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.